എല്ലാവരും പേടിച്ച് വിറക്കണ ഒരു സ്ഥലം ഗൂഡല്ലൂരിൽ ഒരു 15 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാലുള്ള ഒരു ബഹുനില കെട്ടിടം. പണ്ടത്തെ ഒരു ഫാക്ടറിയാണ് കേട്ടത്. ഇവിടെ ഹോണ്ടഡ് പ്ലേസ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ എത്രത്തോളം അതിൽ സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളതൊന്നും അറിയില്ല. ഇത് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഈ ഫാക്ടറി ആയിരുന്നു. ഇപ്പം അത് നിലവിൽ യൂസബിൾ അല്ല. അതൊക്കെ കറണ്ട് ഇല്ലാത്ത സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും പരിപാടിയിലൊക്കെ കയറിയതായിരിക്കും. അത് കണ്ടിട്ട് ആളുകൾ പറയണതായിരിക്കും ഇവിടെ പ്രേതങ്ങളുണ്ട് അല്ലെങ്കിൽ ഹോണ്ടഡ് പ്ലേസ് ആണെന്നൊക്കെ. എന്നാലും ഇതിൻ്റെ സ്ട്രക്ചർ നോക്കി കരിങ്കല്ലുകൊണ്ടാണ് ഇതുണ്ടാക്കിക്കണത്. അതിൻ്റെ ആ തൂണുകൾ നോക്കി കരിങ്കല്ലുകൊണ്ട് ഇങ്ങനെ മുകളിൽ വരെ പടുത്തുണ്ടാക്കി വെച്ചിട്ടാണ്. വർഷങ്ങളോളം പഴക്കം കിട്ടതിന് ഈ ഒരു ഫാക്ടറിനെ കുറിച്ച് ഈ നാട്ടിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ പറയണേ. ഇത് ശരിക്കും ഹോണ്ടഡ് പ്ലേസ് ആണോ അതോ ആളുകൾ വെറുതെ ഉണ്ടാക്കി പറയണതാണോ എന്ന് പറയണേ. എന്തൊക്കെ പറഞ്ഞാലും ഇത്ര വർഷങ്ങളായിട്ടും കെട്ടിടം അതേപോലെ നിൽക്കുക. അതിൻ്റെ ചില്ലു ഇതൊക്കെ ചിലപ്പോൾ ആളുകൾ തല്ലി പൊട്ടിച്ചതായിരിക്കാനേ ചാൻസ് ഉള്ളൂ. ബാക്കി കെട്ടിടം ഇങ്ങനെ അതിമനോഹരമായിട്ട് തല ഉയർത്തി നിൽക്കുകയാണ്. എന്താ കാഴ്ച അല്ലേ! നമ്മൾ കാണാത്ത എത്രത്തോളം കാഴ്ചകളാണ് ഇത്. സംഭവം എത്ര ഹോണ്ടഡ് പ്ലേസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ സൈഡിലുള്ള വ്യൂസ് ഒക്കെ ഉണ്ടല്ലോ. എന്റെ നാട്ടിലുണ്ട് ഒരു TK കോളനി. അവിടുത്തെ വെള്ളമുണ്ട്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം കേട്ടോ. അതേപോലെയാണ് ഇവിടുത്തെ ചെറിയൊരു വെള്ളച്ചാട്ടവും നല്ല ക്ലിയർ ഉള്ള വെള്ളവും ഭംഗിയേറിയ കാഴ്ച. നമ്മളിപ്പോൾ നിന്ന് വീഡിയോ എടുക്കുന്ന പാലുണ്ടല്ലോ, ഇത് നമ്മളെ ഗവൺമെന്റ് ഉണ്ടാക്കിയത്, ഇന്ത്യൻ ഗവൺമെന്റ് ഉണ്ടാക്കിയ പാലം. ആ കാണുന്ന പാലുണ്ടല്ലോ, അത് നമ്മളെ കൊള്ളയടിക്കാൻ വന്ന ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലം. ആ പാലത്തിന്റെ നടുവിൽ ഇരുന്നത് മരക്കഷ്ണങ്ങളായിരുന്നു. അതൊക്കെ ദ്രവിച്ചു പോയിട്ടോ. അപ്പൊ ആ പാലം യൂസബിൾ അല്ല. എന്താല്ലേ, ഇതൊരു കാടാണ്. കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആളും മനുഷ്യനൊന്നും എത്തിപ്പെടാത്തൊരു സ്ഥലം. അവിടെ വന്നിട്ട് ഇത്രയും വലിയൊരു ഫാക്ടറി ഉണ്ടാക്കുക, നമ്മുടെ ചായ ചെടികളും ഓരോ നാട്ടിലേക്ക് കടത്തുക, ഇതൊക്കെയായിരുന്നു ഓരോ മെയിൻ ഹോബികൾ.